എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തനി നാടൻ കൊഴുക്കട്ടയാണ് തയ്യാറാക്കി എടുക്കുന്നത്. എല്ലാവരും ചെയ്യുന്നത് തന്നെയായിരിക്കാം, പക്ഷെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കൊഴുക്കട്ട തയ്യാറാക്കണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കാൻ മറക്കരുത്. ആരെങ്കിലും നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ആദ്യമേ നമുക്ക് കൊഴുക്കട്ടയുടെ ഉള്ളിലേക്ക് വെക്കാനുള്ള ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി വെക്കാം. അതിനായിട്ട് സ്റ്റൗ ഓണാക്കി ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ശർക്കരപ്പാനിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 2.5 ശർക്കര 3/4 കപ്പ് വെള്ളത്തിൽ പാനിയാക്കി അരിച്ചെടുത്ത് വെച്ചിരിക്കുന്നതാണ്. അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് നാളികേരം ചേർക്കാം. ഞാനിപ്പോൾ ഒരു 1.25 കപ്പ് നാളികേരം ചേർത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റ് എടുത്തതുകൊണ്ടാണ് ഇങ്ങനെ കട്ടയായിട്ടിരിക്കുന്നത്. ഇത് ചൂടാകുമ്പോൾ ശരിയായിക്കോളും. അപ്പോൾ ഇതൊന്ന് നമുക്ക് ഇളക്കിയിട്ട് കൊടുക്കാം. അപ്പോൾ ഇനി ഇത് നമുക്ക് ഇതിൻ്റെ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഇതിൻ്റെ വെള്ളം വറ്റിച്ചെടുക്കരുത്. ചെറിയൊരു വെള്ളത്തോട് കൂടി വേണം നമ്മളിത് ഓഫ് ചെയ്ത് വെക്കാൻ. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഏകദേശം വെള്ളമൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വലിഞ്ഞ് വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. കാരണം ഇത് വല്ലാതെ ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊഴുക്കട്ടയുടെ ഉള്ളിലേക്ക് വെക്കുമ്പോൾ ഭയങ്കര ഹാർഡായിരിക്കും. അപ്പോൾ ഈ ഒരു പാകത്തിന് നമുക്ക് ഓഫ് ചെയ്യാം. ചെറിയൊരു വെള്ളാംശം പോലെ ഇരിക്കുമ്പോൾ ഓഫ് ചെയ്യാം. അപ്പോൾ ഇതിരുന്നിട്ട് ഒന്നും കൂടി ഒന്ന് റെഡി ആയിട്ട് വരും. അപ്പോൾ അത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഞാൻ പൊടി എടുക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ടൊരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ അപ്പത്തിന് ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന നൈസായിട്ടുള്ള വറുത്ത അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാവൊന്ന് കുഴച്ചെടുക്കാൻ വേണ്ട വെള്ളം ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടി സ്റ്റവ് ഓണാക്കി ഒരു പാത്രത്തിൽ ഒരു 2 കപ്പ് വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്. നമ്മൾ ഏത് കപ്പിനാണോ അരിപ്പൊടി എടുത്തത് ആ സെയിം കപ്പിന് തന്നെ 2 കപ്പ് വെള്ളം എടുക്കുക. അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ നെയ്യ് എന്തായാലും ചേർക്കണം. ഇത് ചേർക്കുമ്പോഴാണ് നമ്മൾ ആ മാവ് കുഴച്ചെടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവ് നമുക്ക് കിട്ടുക. അപ്പോൾ നിങ്ങളത് എന്തായാലും സ്കിപ്പ് ചെയ്യാതെ ചേർക്കണം കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് വെള്ളം നന്നായിട്ട് വെട്ടി തിളപ്പിച്ചെടുക്കണം. അപ്പോൾ വെള്ളം നന്നായിട്ട് ഇവിടെ തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൊടിയിലേക്ക് നല്ല ചൂടായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യമേ തന്നെ എല്ലാ വെള്ളവും കൂടി അതിനകത്തേക്ക് ഒഴിക്കരുത്. കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഒരു സ്പൂൺ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം ഞാൻ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് പോരെ ഇതിലേക്ക് ഞാനൊരു 1/2 കപ്പും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ 1.5 കപ്പ് വെള്ളമാണ് ഞാൻ ഈ പൊടി നന്നായിട്ട് കുഴച്ചെടുക്കാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന പൊടിയുടെ അതനുസരിച്ചിട്ട് അതിൽ ചെറിയ വേരിയേഷൻസൊക്കെ വരും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ എല്ലാ ഭാഗത്തേക്കും നനവെത്തിയിട്ടുണ്ട്. ഇത് നമുക്കൊരു 1-2 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുക. ഒന്ന് അടച്ച് വയ്ക്കണം. അപ്പോൾ ഇത് കൂടുതൽ സമയം ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കരുത്. ചെറിയ ചൂടോട് കൂടി തന്നെ വേണം നമ്മൾ കൈ വെച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാൻ. അപ്പോൾ ഇതൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ അതവിടെ ഒരു 1-2 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പൊടി കൈ വെച്ചിട്ട് കുഴയ്ക്കാൻ പറ്റുന്ന ഒരു പാകത്തിനായിട്ടുണ്ട്. ഇതിന് നമുക്ക് കൈ വെച്ചിട്ടൊരു 5-10 മിനിറ്റ് നന്നായിട്ട് കുഴച്ചെടുക്കാം. നമ്മൾ ഈ നന്നായിട്ട് കുഴച്ചെടുക്കുന്നതിലാണ് ഇതിൻ്റെ സോഫ്റ്റ്നെസ് വരുന്നത് കേട്ടോ. എത്രത്തോളം നമ്മളിത് നന്നായിട്ട് കുഴച്ചെടുക്കുന്നു അത്രയും സോഫ്റ്റ് ആയിരിക്കും നമ്മുടെ ഈ മാവ്. അപ്പോൾ ഇതാ നമ്മുടെ മാവ് ഇവിടെ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ചെറിയ ഉരുളകളാക്കി എടുക്കാം. അപ്പോൾ ഇതിൻ്റെ വലിപ്പമൊക്കെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചിട്ടൊക്കെ ചെയ്തെടുക്കുക. ഞാൻ ചെറിയ ചെറിയ കൊഴുക്കട്ടയാണ് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ ഒരു ചെറിയൊരു പോർഷൻ എടുത്തിട്ടുണ്ട്. അത് കൈവളയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കുക. ഒട്ടും തന്നെ വിള്ളലുകളില്ലാതെ നല്ല സോഫ്റ്റായിട്ടൊന്ന് ഉരുട്ടിയെടുക്കുക. അപ്പോൾ അതൊന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കൈവെള്ളയിൽ വെച്ചിട്ട് ഒന്ന് പരത്തിയെടുക്കുക. അതിന് ശേഷം നമ്മളിത് നന്നായിട്ടൊന്ന് ഇതേപോലെ ഒന്ന് പരത്തിയെടുക്കുക. ആദ്യമേ അതിൻ്റെ നടുഭാഗം ഉണ്ടല്ലോ അത് വല്ലാതെ അങ്ങോട്ട് കുഴിഞ്ഞു പോകരുത്. ആദ്യം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ആ വിരലിൽ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് പരത്തിയെടുക്കുക. എത്രത്തോളം നിങ്ങൾക്ക് ഇത് സോഫ്റ്റാക്കി പരത്തിയെടുക്കാൻ പറ്റുമോ അത്രത്തോളം സോഫ്റ്റാക്കി എടുക്കുക. അത്രയും നല്ല സോഫ്റ്റ് ആയിരിക്കും നമ്മുടെ കൊഴുക്കട്ട. അപ്പോൾ ഇത് അവിടെ നന്നായിട്ടൊന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ശർക്കരയുടെ തേങ്ങയുടെയും കൂട്ടുണ്ടല്ലോ അത് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. നമ്മൾ അധികം ഇതിനകത്തേക്ക് ചേർക്കരുത്. അപ്പോഴാണ് ഇത് ചില സമയത്ത് ഇങ്ങനെ പൊട്ടിയിട്ട് ഈ ശർക്കര പാനിയൊക്കെ പുറത്തേക്കൊക്കെ വരുന്നത്. അപ്പോൾ ഈ ഒരു പാകം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്കിതൊന്ന് ഞൊറിഞ്ഞെടുക്കാം. അപ്പോൾ എല്ലാ ഭാഗവും ഒന്ന് അടച്ചെടുക്കാം. അപ്പോൾ എന്തെങ്കിലും വിടവുകളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളമൊന്ന് കയ്യിൽ തൊട്ടിട്ട് ജസ്റ്റ് അതൊന്ന് അടച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ അതൊന്ന് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. അപ്പോൾ നമ്മൾ ഉരുട്ടിയെടുക്കുമ്പോൾ വല്ലാതെ അങ്ങോട്ട് പ്രസ് ചെയ്തിട്ട് ഉരുട്ടണ്ട, ഇങ്ങനെ ഒന്ന് ഉരുട്ടിയെടുക്കുക. അപ്പോൾ ഒട്ടും തന്നെ ക്രാക്സ് ഒന്നും ഇല്ലാതെ നന്നായിട്ട് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇതിന് നമുക്കൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. അപ്പോൾ ഇതേപോലെ ബാക്കിയുള്ളത് റെഡിയാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി സ്റ്റവ് ഓണാക്കിയിട്ട് ഒരു ഇഡ്ഡലി തട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു വാഴയിലയും കൂടി വെച്ചിട്ടുണ്ട്.
അപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കൊഴുക്കട്ട അതിനകത്തേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ എല്ലാവരും കൂടി ഒരുമിച്ച് അങ്ങോട്ട് വേവിച്ചെടുക്കുന്നില്ല, ബാച്ചസ് ആയിട്ടാണ് വേവിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ നന്നായിട്ട് ആവി വന്നപ്പോഴാണ് ഇത് വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ 15 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതവിടെ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കൊഴുക്കട്ടയൊക്കെ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിന് ചൂടാറിയ ശേഷം നമുക്ക് ഇതിൽ നിന്നൊന്ന് മാറ്റിയെടുക്കാം. നമ്മൾ ചൂടോട് കൂടി എടുക്കുമ്പോൾ ചിലപ്പോൾ അടിഭാഗമൊക്കെ പൊട്ടിപ്പോകും, കാരണം അത്രയും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കൊഴുക്കട്ടയാണ്. അപ്പോൾ ഇതേപോലെ ബാക്കിയുള്ളത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ തനി നാടൻ കൊഴുക്കട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കൊഴുക്കട്ടയാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കാൻ മറക്കരുത്. നെയ്യ് എന്തായാലും ചേർക്കണം, അപ്പോഴാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവ് നമുക്ക് കിട്ടുക. അത്രയും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കൊഴുക്കട്ടയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും തയ്യാറാക്കി നോക്കാൻ മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്